തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിലെ വോട്ടർമാരെ കയ്യിലെടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയത്. ആ പ്രഖ്യാപനങ്ങളെ കടത്തിവെട്ടുകയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ. പിണറായി വിജയന് പ്രഖ്യാപനം നടത്തുവാൻ 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ലെന്നും ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ എല്ലാ സുപ്രധാന പ്രഖ്യാപനങ്ങളും നടത്തുമെന്നും കെ.സി. പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അജ്ഞാതമാണെന്ന് നടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും ബി.ജെ.പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്. CPIക്ക് നീതി കിട്ടിയിട്ടില്ല. CPI ഉയർത്തിയ വിഷയങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? നിങ്ങളുടെ ലെവലിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാറിന് പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ടോ? ആ കരാർ മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് സാഹചര്യം ഉണ്ടാവുക? നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് മാധ്യമങ്ങളിലല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കത്തും ഉണ്ടാക്കാൻ ആ കരാർ ഇല്ലാതാവുന്നില്ല, കത്തും കൊണ്ട് ആ കരാർ നീട്ടിവെക്കുന്നില്ല. CPI ലിസ്റ്റുകളൊന്നും സ്കൂളുകളുടെ കൊടുക്കാതെ അവരൊരു സ്വച്ഛന്ത മൃത്യുവിലേക്ക് കടത്തിവിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് CPI പറയുന്നത്. ആശ്വസിക്കട്ടെ CPI, നമുക്ക് പത്രത്തിലേ പറയാൻ പറ്റുള്ളൂ. ആശ്വസിക്കട്ടെ CPI. പക്ഷെ അവിടെയല്ലല്ലോ ചോദ്യം. നിങ്ങളുടെ നയത്തിനെതിരായിട്ട് ഒപ്പിടാനുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എങ്ങനെ വന്നു? ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭയിൽ വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്ത് പ്രേരണയാണ് ഉണ്ടായത്? അതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇപ്പം? ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് നമുക്ക്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM MLA മാർ തന്നെ ഇതിനകത്ത് എതിർത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും ചെറിയ 2-3 MLA മാരാണെങ്കിലും പല സ്ഥലത്തും എതിർത്തിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എത്രയേ ഉള്ളൂ. CPM MLA എതിർക്കുന്നതോ CPI എതിർക്കുന്നതല്ല. ഇത്തരമൊരു നയത്തിലോട്ട് പോയി ധൃതി പിടിച്ച് ഒപ്പിടാൻ, അതും ക്യാബിനറ്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിടാൻ കാണിച്ച ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. അവർ പറഞ്ഞ കാര്യം നടപ്പിലായതുകൊണ്ട് അവർ ആശ്വസിക്കട്ടെ. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒപ്പിട്ടാൽ ആ ഒപ്പിൽ നിന്ന് പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അതൊരു കത്തുകൊണ്ട് പിൻവാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം CPI ജനറൽ സെക്രട്ടറിയുടെ ഇന്നലത്തെ പ്രസ്ഥാനം, അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. തെറ്റുപറ്റിയത് CPMന് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ ആരാ ചെയ്തത്? പാർട്ടി നയമില്ല, LDF നയമില്ല. അതുപോലെ തന്നെ ഘടകകക്ഷിയായ CPIക്ക് എതിർപ്പ്. പിന്നെ ഈ നയങ്ങളൊന്നും ഇല്ലാതെ ആരാണ് പോയി ഒപ്പിടാൻ പറഞ്ഞത്? CPMന് തെറ്റുപറ്റി എന്നുള്ളത് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നും ആ പദ്ധതിയിൽ നിന്ന് തെറ്റുപറ്റി എന്നത് അവർ തുറന്നു പറഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാവാണ് കേരള ജനതയോട്. അത് പറഞ്ഞത് വേറെ ആരുമല്ല, CPI ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത്. വളരെ ഗൗരവതരമായിട്ടാണ് ഇന്നലെ കണ്ടത്. CPI ജനറൽ സെക്രട്ടറി പറയുന്നത് CPMന് തെറ്റുപറ്റി. അത് ഗുരുതരമായ കാര്യമല്ലേ? അപ്പോൾ അത്രയും ഒരു ഘടകകക്ഷി പറയുന്ന അവസ്ഥയിൽ പോലും എത്തിക്കാൻ, ഇത് നിർബന്ധിപ്പിക്കാൻ ഈ കരാർ എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അജ്ഞാതമാണെന്ന് നടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും ബി.ജെ.പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്. CPIക്ക് നീതി കിട്ടിയിട്ടില്ല. CPI ഉയർത്തിയ വിഷയങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? നിങ്ങളുടെ ലെവലിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാറിന് പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ടോ? ആ കരാർ മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് സാഹചര്യം ഉണ്ടാവുക? നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. നമ്മളിലല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കത്തും ഉണ്ടാക്കാൻ ആ കരാർ ഇല്ലാതാവുന്നില്ല, കത്തും കൊണ്ട് ആ കരാർ നീട്ടിവെക്കുന്നില്ല. ലിസ്റ്റുകളൊന്നും സ്കൂളുകളുടെ കൊടുക്കാതെ അവരൊരു സ്വച്ഛന്ത മൃത്യുവിലേക്ക് കടത്തിവിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് CPI പറയുന്നത്. ആശ്വസിക്കട്ടെ CPI, നമുക്ക് പത്രത്തിലേ പറയാൻ പറ്റുള്ളൂ. ആശ്വസിക്കട്ടെ CPI. പക്ഷെ അവിടെയല്ലല്ലോ ചോദ്യം. നിങ്ങളുടെ നയത്തിനെതിരായിട്ട് ഒപ്പിടാനുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എങ്ങനെ വന്നു? ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭയിൽ വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്ത് പ്രേരണയാണ് ഉണ്ടായത്? അതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇപ്പം? ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് നമുക്ക്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM MLA മാർ തന്നെ ഇതിനകത്ത് എതിർത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും ചെറിയ 2-3 MLA മാരാണെങ്കിലും പല സ്ഥലത്തും എതിർത്തിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എത്രയേ ഉള്ളൂ. CPM MLA എതിർക്കുന്നതോ CPI എതിർക്കുന്നതല്ല.
ഇത്തരമൊരു നയത്തിലോട്ട് പോയി ധൃതി പിടിച്ച് ഒപ്പിടാൻ, അതും ക്യാബിനറ്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിടാൻ കാണിച്ച ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. ഇതിപ്പോൾ ക്ലിയറാണ്. അപ്പോൾ ഇതേ ഗവൺമെൻറ് തന്നെയാണ് 2024 കത്ത് എഴുതുക, കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രിൻസിപ്പൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ്റെ കത്തുണ്ടായിരുന്നു. ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഔത്സുക്യമുണ്ട്, കേരളം കാത്തിരിക്കുന്നൊരു പദ്ധതിയാണ്, ആ പദ്ധതിയിൽ ഞങ്ങൾ ചേരാന്നുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ ഗഡു തരണം എന്ന് പറഞ്ഞുകൊണ്ട് 2024 ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് അയച്ച കത്താണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും തീരുമാനിച്ചത് CPM ആണ്. CPI മന്ത്രിമാർ ഒപ്പിട്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വഴികളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷി സ്വന്തം പാർട്ടിയിൽ എതിർപ്പ് കൂടെ വരുമ്പോൾ വേറെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു തന്ത്രം ഒരുക്കുക എന്നുള്ളതാണ് ബേസിക് കാര്യത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല.